ഏറ്റവും ഇഷ്ടമില്ലാത്ത ചിലർക്ക് ഉണ്ട് ഈ വഴുതിരിങ്ങ. പക്ഷേ അങ്ങനെ വഴുതിരിങ്ങ വെച്ചിട്ട് ഞാൻ ഒരു പ്രത്യേക വിഭവം തയ്യാറാക്കി ഇന്ന് ഊണ് കഴിക്കാനാണ്. അടിപൊളി, ഇതൊരു വേറെ ലെവലാണ്. നിങ്ങളിത് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കണം. ഇത് ഒരു ബൈങ്കൻ ഭർത്തയാണ്. പക്ഷേ ഇത് സാധാരണ ഉണ്ടാക്കുന്ന ഒരു ബൈങ്കൻ ഭർത്തയല്ല, ഇത് രുചിയുടെ കൂട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് എന്താ ഉദ്ദേശിച്ചു വെച്ചാൽ, ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു, വഴുതിരിങ്ങ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കണം. അപ്പം ഞാൻ വേഗം നോക്കിയപ്പോൾ വഴുതിരിങ്ങയുണ്ട്. പക്ഷേ ഇത് എനിക്ക് ഇവിടെ കിട്ടുന്ന പലതരം വഴുതിരിങ്ങയുണ്ട്. ഇത് സാധാ നമ്മളുടെ എല്ലാവിടെയും കിട്ടുന്ന ഒരു വഴുതിരിങ്ങയാണ്. ഞാൻ അത് വെച്ചിട്ടൊരു ബൈങ്കൺ ഭർത്തയുടെ ഒരു വെർഷൻ ആണെന്ന് ചെയ്തിരിക്കുന്നത് കേട്ടോ. പക്ഷേ അത് ഇത്രയും നന്നാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പുതിയ അറ്റംപ്റ്റാണ്. നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നില്ല, എന്താ ഇത്രയൊക്കെ എണ്ണ വെച്ചിട്ട് ചെയ്യാൻ പോണ് ബൈങ്കൺ ഭർത്തയിലാണ്. പക്ഷേ ഈ ബൈങ്കൺ ഭർത്ത ഒരു പ്രത്യേക തരമാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ അതിലേക്ക് ആദ്യം ഞാൻ എണ്ണ നന്നായി ചൂടാവണം, പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ആ എണ്ണയിലേക്ക് ഞാൻ 2 തക്കാളി ഇടുകയാണ്. നല്ല പഴുത്ത തക്കാളിയാണിത്. ഒരുവിധം നല്ല വലിപ്പമുണ്ട്. നല്ലോണം എണ്ണ കണ്ടു. നല്ല ചൂടായ എണ്ണയിലേക്കാണ് ഇത് ഇട്ടിരിക്കണേ. 2 മിനിറ്റ് കഴിയുമ്പോൾ തൊലി തന്നെ ഊരി വരും, കണ്ടോളൂ. ഇത് നമുക്ക് ശരിക്കും വെന്ത് വരും. അപ്പോൾ ആ എണ്ണയിൽ വാക്കുന്നതുകൊണ്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട് അതിന് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായി വെന്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ തക്കാളി അവിടുന്ന് അങ്ങോട്ടേക്ക് മാറ്റും. അപ്പോൾ കൂട്ടുകാരെ, ഈ ബൈങ്കൺ ഭർത്തയ്ക്കുള്ളൊരു പ്രത്യേക രുചി ഈ എണ്ണയിൽ വറുത്തതുകൊണ്ടാണ്. ബട്ട് അതിനത്ര ഹെൽത്ത് ഇഷ്യൂ ഒന്നും എണ്ണയിൽ വറുത്തു എന്ന് പറഞ്ഞ് വരാനില്ല. ഇത് ഒന്ന് വേവാൻ വേണ്ടി മാത്രമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് അധികം എണ്ണയൊന്നും ഇറങ്ങിപ്പോകണമെന്നില്ല. അപ്പോൾ കണ്ടു, ഇപ്പോൾ ഈ തക്കാളി ഇവിടുത്തേക്കപ്പോൾ ഭയങ്കര ഹാർഡാണ്. അത് കുറച്ച് നേരം വേണം ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ. അപ്പോൾ ഇപ്പോൾ എൻ്റെ തക്കാളി ആയി. ഇനി ഞാൻ അതിലേക്ക് എന്താ ഇടാൻ പോകണമെന്ന് വെച്ചാൽ, 2 ഗ്രീൻ ചില്ലി, ഒരു 6-7 ക്ലൗസ് ഗാർലിക് കേട്ടോ, 2 പച്ചമുളകും, ഒരു 5-6 വെളുത്തുള്ളി അല്ലി. ഇതും ആ എണ്ണയിലിട്ടിട്ട് അത് പെട്ടെന്നായി വരും. മറ്റേ എണ്ണ തിളച്ച് കിടക്കുകയാണല്ലോ. അപ്പോൾ അത് നന്നായി വെന്ത് വരും. 2 മിനിറ്റിന് അത് കരിയാണ്ട് സൂക്ഷിക്കണം. വെളുത്തുള്ളിക്ക് നല്ലൊരു മണവും വരും. ആ സമയത്ത് അതിനെ കോരിയെടുക്കുക. പിന്നെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ആ തക്കാളി ഞാനൊന്ന് 4ആയിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. മുറിക്കുക എന്ന് പറഞ്ഞാൽ വരഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് വഴുതിരിങ്ങ. ഒരു 4 വഴുതിരിങ്ങ, ഏകദേശം 200 ഗ്രാംസ് ഉണ്ടാവും. അതിനെ ഇതേമാതിരി 2ആയിട്ട് കട്ട് ചെയ്യാണ്. കംപ്ലീറ്റ് ആയിട്ട് 2ആയിട്ട് കട്ട് ചെയ്യും. തക്കാളിയിൽ ഞാൻ ഒന്ന് വരഞ്ഞിരിക്കുകയാണ്, 4ആയിട്ട് വരഞ്ഞു. അതിൻ്റെ ഉള്ളിലേക്കൊന്ന് നല്ലോണം എണ്ണ കയറിക്കോട്ടെ, വേഗം വേവാൻ. അപ്പോൾ ഈ വഴുതിരിങ്ങ എല്ലാം ഞാൻ ഈരണ്ടായിട്ട് കീറിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ നാട്ടിൽ പല വിധത്തിൽ വഴുതിരിങ്ങ കിട്ടും. ബാംഗ്ലൂരിൽ അതിനേക്കാളും ഡിഫറൻ്റ് ആയിട്ടുള്ള വഴുതിരിങ്ങയാണ്. പക്ഷേ ഇതിപ്പോൾ സാധാ വഴുതിരിങ്ങ എൻ്റെ കയ്യിൽ നിന്ന് നോക്കിയപ്പോൾ ഇതാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കാണിക്കുന്നത് ഈ കളർ. അപ്പോൾ ഇതിനെ ഞാനൊക്കെ 2ആയി കട്ട് ചെയ്തു. ഞെട്ടിയോട് കൂടിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിന് ഞാനിതാ ഈ ചൂടായ എണ്ണയിലേക്ക് ഒരു 4 എണ്ണത്തിനെ 2ആയി കട്ട് ചെയ്ത് ഒരു 8 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് 2 സൈഡും നന്നായി വെന്ത് വരണം. അപ്പോൾ നമ്മൾ ഇടുന്നത് പ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടണം. ഇപ്പോൾ ഒരു സൈഡ് മലർന്ന് കിടക്കുന്നുണ്ട്, ഒരു സൈഡ് കമന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മളെല്ലാം ഒരു ടൈമിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് അങ്ങോട്ടേക്ക് മറിച്ചിടുക. അപ്പോൾ ഇപ്പോൾ നോക്കിക്കോളൂ, എല്ലാം നല്ല വെന്തിട്ട് നല്ല ബ്രൗൺ കളറിൽ വരും. ഞാനിതൊക്കെ എൻ്റെ മനസ്സിലിരുന്ന് വെറുതെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കട്ടെ എന്നൊക്കെ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എന്നിട്ട് നമ്മളിതിനെ കോരിയെടുക്കണം. അപ്പോൾ കണ്ടു, എല്ലാം ബ്രൗൺ നിറയി. ഇങ്ങനെ നമ്മളതിനെയൊക്കെ കോരിയെടുത്തു. ഇനി ഇതൊന്ന് കുറച്ച് സമയം ആറാൻ വെക്കണം, തണുങ്ങാൻ. അപ്പോൾ ഇപ്പം തന്നെ തക്കാളി ഒരുവിധം തണുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലി വേഗം എടുക്കാൻ കിട്ടുന്നുണ്ട് തക്കാളിയുടെ. അപ്പോൾ ഈ വഴുതിരിങ്ങയുടെ തൊലിയും കൂടി ഒന്ന് നന്നായി, നമുക്ക് തക്കാളി കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലോ, തക്കാളിയുടെ തൊലി വേറെ വിട്ട് വന്നിട്ടുണ്ട്. നോക്കിക്കോളൂ, ഇപ്പം ഞാനത് എടുക്കുമ്പോൾ തന്നെ എല്ലാ തൊലി വിട്ട് വന്നിട്ടുണ്ട്. ആ മുകളിലെ ഭാഗം മാത്രം ഞാനൊന്ന് കത്തിയോണ്ട്
എടുത്തു. അത് വല്ലാതെ ഹാർഡായി കിടക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതിനെ നമ്മൾ സ്മാഷ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് വേറെ നിൽക്കും. ഇപ്പോൾ വഴുതിരിങ്ങ നോക്കൂ, തണുത്തിട്ട് അതും തന്നെ വേഗം വേഗം തൊലി ഊരാൻ കിട്ടുന്നുണ്ട്. ആ ഞെട്ടിയുടെ ഭാഗം ഞാനൊന്ന് എടുത്തു. എന്ന് നോക്കിക്കോളൂ, ഇങ്ങനെ വേഗം വേഗം നല്ല ക്ലീനായിട്ട്. കുറച്ച് നല്ല ഉണ്ട വലിയ വഴുതിരിങ്ങ ആയിരുന്നെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാവും. ഞാനിപ്പോൾ ഇത് വെച്ച് നോക്കി പെട്ടെന്ന് രാവിലെ തോന്നിയോ ഇതോടെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ വഴുതിരിങ്ങ ഇങ്ങനെ എല്ലാറ്റിൻ്റെയും വഴുതിരിങ്ങയുടെ തൊലിയൊക്കെ ഞാൻ ഉരിച്ചെടുത്തു. നമുക്ക് ഈ ഒരു സാധനം ട്രൈ ചെയ്യുമ്പോൾ അത് ശരിയായി വരണ വരെ ഒരു ക്ഷമയുണ്ടാവില്ല. അപ്പോൾ ഞാനിതിനെ മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് എല്ലാം തൊലി കളഞ്ഞു. എന്നിട്ട് ഫൈനലായിട്ട് ഞാനിതിനെ ഒരു സ്മാഷർ വെച്ചിട്ട് സ്മാഷ് ചെയ്യും. അത് നല്ലൊരു ഇപ്പോൾ കിട്ടുന്ന നല്ല സ്റ്റീലിൻ്റെ നല്ലോണം ഹാർഡായിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേഗം അത് നന്നായി വെന്ത് വരും. ഒന്ന് ചൂടായി കിടക്കുകയാണ്. ഈ തക്കാളി ഞാൻ പറഞ്ഞ മാതിരി കണ്ടു, ഇങ്ങനെ 4ആയി കട്ട് ചെയ്തിരുന്നു ഞാൻ. 4ആയി ഫുള്ളായിട്ടല്ല കേട്ടോ, ഒരു വര, 4 വര ജസ്റ്റ് പ്ലസ് എന്നിട്ടാണ് എണ്ണയിലിട്ടിരിക്കണം. അത് ഞാൻ കാണിക്കാൻ മറന്നു. ഞാൻ ഇടുമ്പോൾ പെട്ടെന്ന് അത് ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോണത്, ഇങ്ങനെ നല്ലൊരു സ്മാഷർ എന്ന് പറയും, അതിനെ ഇട്ടിട്ട് നമ്മളിതിനെ നന്നായി ഒരു സ്റ്റീലിൻ്റെ തട്ടിൽ വെച്ചിട്ട് അമർത്തി 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 വെളുത്തുള്ളി പച്ചമുളക് എല്ലാം നന്നായി ഉടഞ്ഞ് വരും. കുറച്ച് ശക്തി ഉപയോഗിച്ച് ചെയ്താൽ മതി എന്ന് മാത്രം. വഴുതനങ്ങയൊക്കെ തൊടുമ്പോഴേക്കും പോയി തക്കാളിയുടെ ഹാർഡ്നെസ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നമ്മളിതിനിങ്ങനെ നന്നായി സ്മാഷ് ചെയ്യുക കേട്ടോ. ഇതിലിനി ഒന്നും ചെയ്യാനില്ല, ഇതാണ് ഇതിൻ്റെ പണി. പച്ചമുളകും തന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്യുക. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ പൾസ് ചെയ്യുമ്പോഴും കുറച്ച് അവിടെ ഇവിടെ കിടക്കും. ഇതും ഇങ്ങനെ കുറച്ച് ചെറിയ ഭാഗം കടിക്കാൻ കിട്ടും. ആ പച്ചമുളകിൻ്റെയും വഴുതിരിങ്ങയുടെ ഭാഗങ്ങളൊക്കെ കുറേശ്ശെ കടിക്കാൻ കിട്ടും. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് വളരെ ഉത്തമം. പക്ഷെ സമയമില്ലാത്തവർക്കും അത് സ്മാഷർ ഇല്ലാത്തവർക്കും വേണമെങ്കിൽ അതിനെ കൈ കൊണ്ടൊക്കെ നല്ലവണ്ണം കുഴയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അതിന് വേണമെങ്കിൽ മിക്സിയിലൊന്നിട്ടിട്ടൊന്ന് നമുക്കതിനെ. ഇപ്പോൾ ഇതെല്ലാം ഞാൻ സ്മാഷ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ സ്പൂണ് വെച്ചിട്ട് എല്ലാം ഇവിടെ വല്ല കഷ്ണങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് ഉടക്കുകയാണ്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ട് കഴിഞ്ഞാലേ നല്ല മണമാണ് കേട്ടോ, ഈ വെളുത്തുള്ളിയൊക്കെ വറുത്ത് വന്നതിൻ്റെ മണം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ എന്താ ചെയ്തിരിക്കുകയെന്ന് വെച്ചാൽ ഞാനിതിൽ ഉള്ളി ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ ഉള്ളി ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചു. നന്നായി ചോപ്പ് ചെയ്തിട്ട് അതിനെ ഇതിലേക്ക് റോ ആയിട്ട് ആഡ് ചെയ്യണം. അതാണ് അതിൻ്റെ. എപ്പോഴും ഉള്ളിയൊക്കെ ഇതെങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ദേഹത്തെ. നമ്മൾ ഉള്ളി സാലഡൊക്കെ കഴിക്കുമ്പോൾ എല്ലാവരും പറയണ കേട്ടിട്ടുണ്ട്, ഞാനിങ്ങനെ എന്തെങ്കിലും വറുത്തതും പൊരിച്ചതൊക്കെ കഴിക്കുമ്പോൾ ഉള്ളി സാലഡ് കഴിച്ചാൽ നല്ലതാണെന്നൊക്കെ. അപ്പോൾ ഞാൻ ഈ ഉള്ളി മുഴുവനും ഇപ്പോൾ ചോപ്പ് ചെയ്തിട്ടു. അത് ചോപ്പറിൽ നന്നായി പൊടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചവച്ച് പോകാനും വരും. കൂടെ തന്നെ മേലെ കുറച്ച് നല്ല ഫ്രഷ് മല്ലി ഇലയിട്ടു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാനിനി ഉപ്പിടാൻ പോണത്. ഉപ്പിട്ടിട്ടില്ല എന്നുള്ളൊരു ഓർമ്മയുണ്ടായിരുന്നില്ല. ഇപ്പം ഞാനിനി അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ പുളിവെള്ളം 2 സ്പൂൺ. ദിസ് ഈസ് ഓപ്ഷണൽ. ഈ പുളിവെള്ളം ഞാൻ കുറച്ച് എടുത്ത് വെച്ചിരുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇത്തിരി എനിക്ക് പുളി ഇഷ്ടമാണ്. തക്കാളിയുടെ പുളിയെക്കാട്ടിലും നമ്മൾക്ക് ഈ പുളിയുടെ പുളി. ഇതിന് പകരം നാരങ്ങ നീരൊഴിക്കാം, ദാറ്റ്സ് ആൻ ഓപ്ഷൻ. ഞാൻ പക്ഷേ പുളി അവിടെ ഇരിക്കുന്നതാണ്, പുളി വെള്ളം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാനതിലേക്ക് പുളി ഒഴിച്ചു. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ വെറുതെ ഒന്ന് ഉപ്പ് നോക്കിയ സമയത്ത് അതിൻ്റെ ടേസ്റ്റില്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ സമയത്ത് എനിക്ക് തോന്നി കുറച്ചൊരു കളർ കിട്ടാൻ ലേശം കാശ്മീരി ചില്ലി പൗഡർ ഇടാമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. പച്ചമുളകിൻ്റെ എരിവുണ്ട്, പക്ഷെ അത് കൂടുതലായിട്ടുണ്ട് എന്ന് ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടി ഇടുമ്പോൾ നമുക്ക് നല്ല ഒരു ഇത് കിട്ടും. ഇപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഇതിനെ ചോറിൽ വെച്ചിട്ട് കഴിക്കാൻ പോവാണ്. നല്ല ചൂട് ചോറും ഇതും കൂട്ടിയൊന്ന് ഉണ്ടു നോക്കണം. എൻ്റെ അമ്മോ, ഞാനത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ലേ, ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. അത് ഈ പുളിയോട് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമായിരിക്കും കേട്ടോ. പക്ഷെ എന്നാലും ഇതൊരു വെറൈറ്റി ഡിഷാണ് കൂട്ടുകാരെ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ദിസ് ഈസ് എ മസ്റ്റ് ട്രയൽ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക. ബൈ ഫ്രം സുധ.